സർക്കാർ ഏൽപ്പിച്ച കെ-ഫോൺ പദ്ധതി വിജയകരമായി നടപ്പാക്കാൻ സുസജ്ജമായി വയനാടിന്റെ സ്വന്തം ചാനൽ മലനാട്. 25 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള മലനാടിലൂടെ ഇനി ജില്ലയിൽ എല്ലായിടത്തും കെ-ഫോൺ ലഭ്യമാകും. നടക്കുന്നത് BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി സർക്കാർ നൽകുന്ന കെ-ഫോൺ കണക്ഷൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ്. നമുക്കറിയാം, ഇൻ്റർനെറ്റ് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് വയനാട്ടിൽ മലനാടിലൂടെ മാത്രമേ ഇത് കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. കാരണം അതിൻ്റെ ഫൈബർ ടെക്നോളജി ആണെങ്കിലും മറ്റുള്ള ടെക്നോളജി കംപ്ലീറ്റും ജില്ലയിലും അതൊരു ജില്ലയ്ക്ക് പുറത്തും കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ കമ്പനിയായി മാറി. കെ-ഫോണും അതുപോലെ തന്നെ മലനാടുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്. നമുക്കറിയാം, അതുപോലെ തന്നെ ഇന്നിവിടെ നടക്കുന്നത് ഇൻ്റർനെറ്റ് പൗരൻ്റെ അവകാശമായി പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റാണ് കേരളം. എല്ലാ വീട്ടിലും ഇൻ്റർനെറ്റ്. ഇന്ന് കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ സാധിക്കില്ല. ആ ഒരു അവസ്ഥയിൽ ഇന്ത്യയിൽ ആദ്യമായി ചിന്തിച്ചത് കേരളമാണ്. ആ ഒരു പരിപാടിയുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ പുസ്തക ചർച്ചയുടെ ഉദ്ഘാടനവും ആണ് ഇന്നിവിടെ നടക്കുന്നത്. BPL കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് ലഭിക്കും. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കുപ്പാടി യുവരശ്മി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. സർക്കാർ ഏൽപ്പിച്ച ദൌത്യമേറ്റെടുത്ത് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന മലനാട് ചാനലിനെ അദ്ദേഹം പ്രശംസിച്ചു. കെ-ഫോൺ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് ഇവിടെ വയനാട് ജില്ലയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സർക്കാർ ഏൽപ്പിച്ചത് മലനാടിനെയാണ്. അപ്പോൾ ആ മലനാട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാവും, അതുകൊണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഫോണ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഒരു രോഗമായി മാറിയല്ലോ, അല്ലേ? ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ? വാട്സപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ? ചുമ്മാ ഒരു മെസ്സേജ് അയച്ചില്ലെങ്കിൽ രാത്രി എങ്ങനെ ഉറങ്ങാൻ പറ്റുക? നമ്മളെല്ലാവരും ഇപ്പോൾ ഇതിന് അഡിക്റ്റായി. ഇത് ഉപേക്ഷിച്ചിട്ട് നമുക്കിനി പോകാൻ വേണ്ടി സാധിക്കുമോ? ഇപ്പോൾ ആണെങ്കിൽ സർക്കാരാണെങ്കിൽ ഇത് നിയമമാക്കി റൈറ്റാക്കി, അല്ലേ? ഇതെല്ലാവർക്കും ഇത് കിട്ടണം. അപ്പം ആ ഒരു ഉദ്ദേശ ലക്ഷ്യം വെച്ചാണ് നമ്മൾക്ക് ഇന്നിപ്പോൾ കെ-ഫോൺ സൗകര്യവും ഇൻ്റർനെറ്റ് കണക്ഷനും ഒക്കെ നമ്മുടെ ആദിവാസി കുടിലിൽ വരെ, അതാണ് അവരാണല്ലോ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും താഴെക്കെട്ട് കിടക്കുന്നത്, അവർക്ക് വരെ ഇതിൻ്റെ സേവനം ലഭിക്കണം എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തുമ്പോൾ എനിക്കിവിടെ മന്ത്രി എന്ന നിലയ്ക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദുരുപയോഗം ചെയ്യേണ്ട കാര്യമില്ല. ഇത് ദുരുപയോഗം ചെയ്തിട്ട് കുടുംബം കലക്കിയ എത്രയോ കേസ് ഉണ്ടല്ലേ. തമാശയാണ് പറയുന്നത്, പക്ഷെ അതിൽ കാര്യമുണ്ട്. ഈ ഫേസ്ബുക്കും വാട്സപ്പും കൊണ്ട് പല കുടുംബം തകർന്നു പോയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അനാവശ്യമായിട്ട് നമ്മൾ ഈ കാര്യത്തെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പം അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള ഞാൻ മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ ഔദ്യോഗികമായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിടെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ലൊരു സ്റ്റേഡിയം ആക്കിയാൽ നല്ല മനോഹരമായിരിക്കും. വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ആ കാര്യങ്ങൾ നിങ്ങളുടെ MLA ഉണ്ട്, നിങ്ങളുടെ ചെയർമാനുണ്ട്, ആ കാര്യങ്ങൾ ഞാനും കൂടി സഹായിച്ചുകൊണ്ട് അത് ഒരു ടേക്കപ്പ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കാൻ വേണ്ടതാണ്. അത് സംബന്ധിച്ച് പറയാം. നമ്മൾ മനോഹരമായിട്ട് സ്ഥലമാണ്. അതൊക്കെ നന്നായി കിടന്നാൽ ഈ പിള്ളേർ ആടെ പോയി കളിച്ചോളല്ലോ, അല്ലേ? ഈ മറ്റുള്ള കാര്യത്തേക്ക് പോവില്ലല്ലോ. അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഇതിന് പോകുന്നത്, അല്ലേ? ഇപ്പോൾ കളിയുണ്ടോ, ചിരിയുണ്ടോ, കൂടിച്ചേരലുണ്ടോ, ഒന്നുമില്ല. അപ്പോൾ അവിടെ ഒരു 400 മീറ്റർ ട്രാക്ക് അതിൽ കൂടുതൽ കിട്ടും എന്നാണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതും നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമം ഞാൻ നടത്താം. കെ-ഫോൺ സംവിധാനം ഇവിടെ സ്വാഗത പ്രാസംഗികൻ ഗിരീഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളുണ്ടെങ്കിലും
നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സ്വപ്നം ഓരോ കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി യാഥാർത്ഥ്യമാക്കിയത് നമ്മുടെ സർക്കാരാണ്. കാരണം K-ഫോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. ഒന്ന്, കുട്ടികളുടെ പഠനം, തൊഴിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നലെ മലനാട് കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. മലനാടിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രതിസന്ധികൾ സത്യത്തിൽ ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആഴത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് മലനാട് ചാനൽ. എല്ലാം കൊണ്ടും കുറേ നമ്മുടെ വളരെ വർഷങ്ങളായി നമ്മൾ ആലോചിച്ച് നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ഫയലിലുള്ള ഒരു കാര്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഒരു തീരുമാനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു നടപടിക്രമത്തിലേക്ക് പോയി നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഈ നാടിൻ്റെ ഒരു ചിലകാല അഭിലാഷമായിട്ടുള്ള നമ്മുടെ കടമാഞ്ചിറ ഗ്രൗണ്ട് നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അതിൻ്റെ റവന്യൂ ഭൂമി നഗരസഭയിലേക്ക് വിട്ടുതരാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കകത്തും ചുക്കാൻ പിടിച്ചുകൊണ്ട് കടമാഞ്ചിറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് 20 ലക്ഷത്തോളം വരുന്ന BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നിങ്ങൾക്കറിയാം, ഇൻ്റർനെറ്റ് മറ്റ് സംവിധാനങ്ങളെ അപേക്ഷിച്ച് സാധാരണക്കാരന് ചെലവേറിയ ഒരു പദ്ധതിയാണ്. അവർക്ക് തീർത്തും സൗജന്യമായി, ഇൻസ്റ്റലേഷൻ ചാർജുമില്ല, മാസവരിയുമില്ലാതെ തികച്ചും സൗജന്യമായി ഇൻ്റർനെറ്റ് ലഭിക്കുന്നതിനുള്ള ഒരു സർക്കാരിൻ്റെ പദ്ധതി വളരെ സ്വാഗതാർഹമാണ്. മലനാടിനെ സംബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും ആദ്യം ആരംഭിച്ച നെറ്റ്വർക്ക് എന്നതിനപ്പുറം 2024 രാജ്യത്തെ ഏറ്റവും നല്ല നെറ്റ്വർക്കിനുള്ള അവാർഡും കരസ്ഥമാക്കിയ നെറ്റ്വർക്കാണ് മലനാട് കമ്മ്യൂണിക്കേഷൻസ്. എന്നിരുന്നാൽ പോലും വലിയ മൾട്ടിനാഷണൽ കുത്തകകളുടെ മത്സരത്തിനിടയിൽ നമ്മളെങ്ങനെ പിടിച്ചു നിൽക്കും, എങ്ങനെ അതിജീവിക്കും എന്നൊരു ആശങ്ക എല്ലാ ഓപ്പറേറ്റർമാരുടെ ഇടയിലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ജിയോ പോലുള്ള മൾട്ടിനാഷണൽ വമ്പന്മാരുടെ കടന്നൊരു ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് പോലുള്ള നെറ്റ്വർക്കുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ പോകുന്നു. ഇങ്ങനെ ഒരു ആശങ്കയുടെ കാലത്താണ് കേരള സർക്കാർ മുഴുവൻ ജനങ്ങൾക്കും, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇൻ്റർനെറ്റ് അവരുടെ അവകാശമായി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഈ മുന്നേറ്റത്തിൽ മലനാടിനെ കൂടെ ചേർക്കുന്നു. മലനാടിലെ ഓപ്പറേറ്റർമാരെ സംബന്ധിച്ച് ഭാവിയിൽ ഞങ്ങൾക്കും ഒരു പ്രതീക്ഷയാണ്. ഏത് വമ്പന്മാർ വന്നാലും അവരോട് മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷ കൂടെ നമുക്കുണ്ട്. നാട്ടിലുള്ള ഏറ്റവും പിന്നോക്കാവസ്ഥയുള്ള BPL കാർഡുള്ള മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ്, ഇതിൻ്റെ ഹോൾഡേഴ്സിന് K-ഫോൺ ഒരു വർഷത്തേക്ക്, ഇപ്പം നിലവിൽ ഒരു വർഷത്തേക്ക് സൗജന്യമായി മോഡവും ഇൻസ്റ്റാളേഷനും റീചാർജും അടക്കം സൗജന്യമായിട്ട് എല്ലാ BPL കുടുംബങ്ങൾക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്റ്റാണ് K-ഫോൺ. നമ്മൾ K-ഫോൺ വഴി ഇവിടെ ചെയ്യുന്നത്. അതിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തരുന്നത് നമുക്ക് മലനാടാണ്. മലനാട് വഴി നമ്മൾ മാക്സിമം കണക്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളിൽ കേരളമാണ് സാക്ഷരതയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ ഡിജിറ്റൽ സാക്ഷരതയിലും കേരളം ഇനി 1ാം സ്ഥാനത്തേക്ക് വരുവാൻ പോവുകയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ K-ഫോൺ എന്ന പദ്ധതി പ്രകാരം എല്ലാ BPL കുടുംബങ്ങൾക്കും സൗജന്യമായി ഇൻ്റർനെറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനമാണിത്. ഈ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ മലനാടിന് സാധിച്ചതിൽ അഭിമാനിക്കുന്നു. മലനാടിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ഭാവങ്ങളും K-ഫോൺ കമ്പനിക്കും കേരള ഗവൺമെൻറ്റിനും നൽകുന്നു. ഇന്നിവിടെ K-ഫോണിൻ്റെ ജില്ലാതല ഉദ്ഘാടനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാനം ഇൻ്റർനെറ്റ് ഒരു പൗരാവകാശമായിട്ട് പ്രഖ്യാപിച്ച ഈ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും BPLകാർക്ക് സൗജന്യമായിട്ട് K-ഫോൺ കൊടുക്കുക എന്നൊരു ബൃഹത് പദ്ധതിയുടെ ഭാഗമാണ്. ഇങ്ങനെ BPLകാർക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റ് കൊടുക്കുമ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും
വയനാട്ടിനെ സംബന്ധിച്ചുള്ള അഭിമാനമായിട്ടുള്ള ചാനലായിട്ട് മലനാട് ചാനലിലൂടെയാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. സത്യത്തിൽ മലനാട് ചാനലാണ് വയനാട്ടിൽ ഇതിൻ്റെ ഒരു നോഡൽ ഏജൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചർ മലനാട് ചാനൽ ഉള്ളത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. വിധത്തിലുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നെങ്കിൽ പോലും മന്ത്രി ഇന്ന് വന്ന MLA അടക്കമുള്ള നമ്മുടെ ഈ സദസ്സിലേക്ക് അവർ ഉറപ്പ് തന്നിരിക്കുകയാണ്. നമ്മുടെ കടമാഞ്ചിറ, നമ്മുടെ ഗ്രൗണ്ട്, വന്യമൃഗ സംരക്ഷണം, ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരെ നമ്മൾ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അവരതിൽ സജീവമായിട്ട് നമുക്ക് സാധിക്കുന്ന സൗകര്യങ്ങൾ ചെയ്തു തരുമെന്ന് ഉറപ്പ് തന്നിരിക്കുന്നു. അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. യുവരശ്മി ലൈബ്രറി പുസ്തക ചർച്ചയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വായന മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഫോണുണ്ടെങ്കിൽ വായിക്കാമല്ലോ, നെറ്റുണ്ടെങ്കിൽ വായിക്കാമല്ലോ. ഫോണുണ്ടെങ്കിലും നെറ്റുണ്ടെങ്കിലും വായിക്കാമെന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ പുറകെ സഞ്ചരിക്കുന്നില്ല, വായിക്കേണ്ട കാര്യമില്ല. അത് വായന മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ വായന മരിക്കാൻ. അത് അങ്ങനെ പോകുന്നു. പക്ഷേ വായിക്കാതെ നമുക്ക് എങ്ങനെയാണ് അറിവ് നേടാൻ വേണ്ടി സാധിക്കുക? അല്ലേ, വായിക്കാതെ അറിവ് നേടാൻ വേണ്ടി സാധിക്കുമോ? അതുകൊണ്ട് മറ്റേ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലത്തെ വായിച്ച് തന്നെ നമ്മൾ വളരുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വായന വേണം. വായനയെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പത്രം ഇടുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ പത്രം ദേശാഭിമാനി ഇടുന്നുണ്ട്, മറ്റേ മനോരമ ഇടുന്നുണ്ട്, മാതൃഭൂമി ഇടുന്നുണ്ട്, സകല പത്രം ഇടുന്നുണ്ട്. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? വേണമെങ്കിൽ തലക്കെട്ട് മാത്രം നോക്കി ആളിട്ട് അവസാനം മാസം തൂക്കി വിറ്റ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. വായന വായിക്കുന്നില്ല ആൾക്കാരിപ്പോൾ. പക്ഷെ വായിക്കാതെ എങ്ങനെ? അപ്പോൾ വായിക്കണമെന്നതാണ് ഉള്ളത്. അപ്പോൾ നല്ല നല്ല ബുക്കുകളൊക്കെ നമുക്ക് ഒരു വായനാശീലം തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കണമെന്നുള്ളത് ഞാൻ ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. യുവരശ്മിയുടെ സ്ഥാപക പ്രസിഡന്റ് M. ജനാർദ്ദനൻ പിള്ളയെ മന്ത്രി ആദരിച്ചു. ഫൗണ്ടർ പ്രസിഡന്റായ ശ്രീമാൻ M. ജനാർദ്ദനൻ പിള്ള അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് ഇതിൻ്റെ പ്രവർത്തനത്തെ തറക്കല്ലിട്ട് 25 വർഷത്തോളം പ്രസിഡന്റായി നയിച്ച ദീർഘവീക്ഷണമുള്ള വ്യക്തിത്വം M. ജനാർദ്ദനൻ പിള്ള അവർക്ക് മന്ത്രിയിൽ നിന്ന് പുരസ്കാരം നൽകപ്പെടുകയാണ്. ഈ മഹനീയ നിമിഷത്തിൽ എല്ലാവരും ഒരു നല്ല കയ്യടിയോടുകൂടി പുതുതലമുറയ്ക്ക് വെളിച്ചമാകുന്ന ഈ സാംസ്കാരിക നിലയം പണിതുയർത്തിയതിൽ ഏറെ ുള്ളവരെ, ഇന്നിവിടെ സംജാതമായ രംഗങ്ങൾ നമ്മളെല്ലാവരും കണ്ടിരിക്കുമല്ലോ. അതിൽ ഒരു അവാർഡ് എനിക്ക് മന്ത്രി തരികയും ഇന്നത്തെ ദിവസം ഞാനത് സംസാരിക്കേണ്ട എന്ന് വിചാരിക്കുകയും 3 മാസം പോലും ആയില്ല എൻ്റെ കൂട്ടുകാരെ ഇതിൻ്റെ സെക്രട്ടറി പോയിട്ട്. ആയതുകൊണ്ട് എന്നെ ഒഴിവാക്കി തരുമെന്നാണ് ഞാൻ വിശ്വസിച്ച് വന്നത്. ഇപ്പോൾ അവസാനം അവർ പറയുന്നു 2 വാക്ക് പറയണമെന്ന്. മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ മാതൃകാപരമായി പ്രവർത്തിച്ച ബത്തേരി നഗരസഭ 6-ാം വാർഡിലെ 5 പേരെ അദ്ദേഹം ആദരിച്ചു. പ്രിൻസ് മുഞ്ഞനാട് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മന്ത്രിയിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങുന്നതിനായി. പുഷ്പലത കൃഷ്ണൻകുട്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബത്തേരി നഗരസഭയുടെ മറ്റ് ഡിവിഷനുകൾക്ക് മാതൃകയായി അവതരിപ്പിക്കുകയാണ് ഈ വ്യക്തിത്വങ്ങളെ. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ശ്രീമതി ഗീത ജയൻ. സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുമായി ഏറ്റവും നന്നായി സഹകരിച്ച 6-ാം വാർഡിലെ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു. മന്ത്രിയിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങുകയാണ്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സൗമ്യ ടീച്ചർ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി വിനയ തിലകൻ. മന്ത്രി സൂചിപ്പിച്ചതുപോലെ വ്യക്തി ശുചിത്വത്തിനൊപ്പം
നമ്മുടെ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും വ്യാപിപ്പിക്കട്ടെ ഈ മാതൃകകൾ. അവാർഡ് നേടിയ മുഴുവൻ ആളുകൾക്കും ആശംസകൾ. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നിറഞ്ഞ പങ്കാളിത്തത്തിൽ നടന്ന പരിപാടിയുടെ വിശദ വീഡിയോ കാണാം. അത് തന്നെ വായന കുറയുന്നു, കുട്ടികളൊക്കെ ഒറ്റപ്പെട്ട് ഒരു കൂട്ടായ്മകൾ നഷ്ടപ്പെടുന്നു. അതിൻ്റെയൊക്കെ തിക്തഫലങ്ങൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ കൂട്ടായ്മകളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ കുട്ടികൾ എന്താ വിചാരിക്കുന്നത്? വയലൻസ് ആണ് ഹീറോയിസം എന്ന് വിചാരിക്കുന്ന ഒരു കാലം. നമുക്കറിയാം, പാട്ടായാലും സിനിമയായാലും വയലൻസ് എവിടെയുണ്ടോ അതിലേക്കാണ് കുട്ടികളൊക്കെ പോകുന്നത്. അങ്ങനെ കുട്ടികൾ ലഹരിക്ക് അടിമയാകുന്നു. പുതിയൊരു തലമുറ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത്തരത്തിൽ കൂട്ടായ്മകളുടെയും വായനയുടെയും വായനശാലകളുടെയൊക്കെ പ്രസക്തി മറ്റ് ചാനലുകളേക്കാൾ കൂടുതൽ പ്രാദേശിക ചാനലായ മലനാട് പോലുള്ള ചാനലുകൾ ഉയർത്തി കൊണ്ടുവരണം എന്ന ചർച്ചയിൽ നിന്നാണ് ഇപ്പോൾ ഗിരീഷ് ഇവിടെ പറഞ്ഞ അക്ഷരഭൂമിക എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ ഒരു 2 വർഷം മുൻപ് ആരംഭിക്കുന്നത്. 50ഓളം എപ്പിസോഡ് അല്ലേ, 50ഓളം എപ്പിസോഡ് പിന്നിട്ട് കഴിഞ്ഞു. വായനയെ പ്രോത്സാഹിപ്പിക്കാനും എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ വേണ്ടുന്ന അങ്ങനെ ഒരു പരിപാടി, അതിൻ്റെ വ്യൂവർഷിപ്പോ അതിൻ്റെ റീച്ചോ ഒന്നും നമ്മൾ പരിഗണിക്കുന്നില്ല. അങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ സാധിച്ചതിൽ വളരെ അഭിമാനമുണ്ട്. വളർത്തിയെടുക്കുന്നതിലുള്ള ജാഗ്രത ഉണ്ടല്ലോ, ആ ജാഗ്രത എത്ര കണ്ട് നമുക്ക് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിച്ചോളാം. ഇപ്പം മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള വലിയ ജാഗ്രതയോടുള്ള പ്രവർത്തനം കാര്യങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മളെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളെ ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും രക്ഷകർത്താക്കൾക്ക് ഒന്ന് സംവദിക്കാനുള്ള സമയം ഇന്നത്തെ സമൂഹം നമ്മൾ നൽകുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം നമ്മൾ നടത്തുന്നത്. ഒരു രാത്രി അത്താഴം വീഴുന്നതെങ്കിലും ഉണ്ടല്ലോ, ഒരു രാത്രിയാണല്ലോ എല്ലാവരും കൂടെ ഒരു കുടുംബത്തിൽ വന്നു ചേരുന്നത്. ആ സന്ദർഭത്തിൽ അത്താഴിക്കുന്ന സമയത്തുള്ള ചർച്ചകൾ പോലും ഇന്ന് അന്യം നിന്ന് പോവുകയാണ്. നമുക്കറിയാം, ലൈബ്രറി കൗൺസിലൊക്കെ നിരവധി ലൈബ്രറികൾ, ബത്തേരി താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം 100 ലൈബ്രറികൾ പൂർണ്ണമായി കഴിഞ്ഞു. അവിടെയൊക്കെ പഴയ കാലഘട്ടം പോലെയല്ല, നിരവധി പുസ്തകങ്ങളുമുണ്ട്. പക്ഷേ ഈ പുസ്തകങ്ങളോട് സമീപിക്കാൻ നേരത്തെ പ്രിയപ്പെട്ട വെണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങൾ എടുക്കാൻ ആളില്ല എന്നുള്ള ഈ ഒരു അവസ്ഥയിലാണ് പുസ്തക ചർച്ച സജീവമാകുമ്പോൾ പുസ്തകങ്ങൾ നേരിട്ട് വായിച്ചില്ല എങ്കിൽ പോലും ഒരാൾ പുസ്തകം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ആശയതലങ്ങളെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാനും ആ പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ബോധ്യപ്പെടാനും അത് കേൾക്കുന്നവർക്ക് കഴിയും എന്നുള്ള ഒരു പുതിയ മന്ത്രം അല്ലെങ്കിൽ ഒരു ചിന്ത എല്ലാവരിലേക്കും വരികയും അത് പൂർണ്ണമാവുകയും ചെയ്യും. വണ്ടിയിൽ പുസ്തകം വിൽക്കാൻ പോകുമ്പോൾ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രത്യേകം കഥകളും വിശേഷങ്ങളും ഒക്കെ വീട്ടിൽ വന്ന് പറയാനുണ്ടാവും. അത് കേൾക്കാൻ മാളവിക അവളുടെ അമ്മ കാതോർത്തിരിക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട കുറേ രസകരമായ വിഷയങ്ങളൊക്കെ അവരുടെ വീടുകളിൽ ഉണ്ടാവാറുമുണ്ട്. അച്ഛൻ്റെ കുടയിൽ കയറിയ കമേഴ്ഷ്യൽ ക്ലാർക്കായ മർലിൻ ജോസഫ്, നഷ്ടപ്പെട്ടു പോയ ലോട്ടറി ടിക്കറ്റിലെ ഭാഗ്യം, ഇങ്ങനെ പലതും.